Anona. We will ask that uncle over there about Christmas. Maybe he can tell us the story. Uncle, can you please tell us the story of Christmas? അനോന എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള്? ഞാൻ ദേശമായിട്ട് പള്ളിയിൽ ഒരു ക്രിസ്മസ് കരോളുണ്ട്, അതിനോട് പോവുകയായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ പള്ളിയിൽ വരുന്ന പെരുപ്പച്ചനെ അറിയാമോ? ആ അപ്പച്ചന് ഒത്തിരി കഥകൾ അറിയാം, പാട്ടുകൾ അറിയാം. ഓക്കെ, നമുക്ക് അപ്പച്ചൻ്റെ അടുത്തേക്ക് പോകാം. അപ്പച്ചന് 95 വയസ്സൊക്കെയാവും. നമ്മളിപ്പോ അങ്ങോട്ട് പോകുകയല്ലേ, നമുക്ക് നേരിട്ട് അപ്പച്ചനോട് ചോദിക്കാം. പിൽപ്പങ്ങളെ ഒത്തിരി നാളായല്ലോടാ ഈ വഴിയൊക്കെ വന്നിട്ട്. ആരാ കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളത്? പിൽപ്പങ്ങളെ ഇത് നമ്മുടെ പള്ളിയിൽ വരുന്ന അനുവനയും കനാനുമാണ്. ഇത് കുസ്തികളൊക്കെ ഉണ്ട്, എങ്കിലും നല്ല കുട്ടികളാണ്. പിൽപ്പങ്ങളെ ഇപ്പൊ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. ഓ എന്താടാ മക്കളെ, അതേപോലെ ഇപ്പൊ വയ്യാടാ, കാലും കൈക്കും ഒക്കെ വേദനയാ. ഇവർക്ക് ക്രിസ്മസിനെ പറ്റിയുള്ള കഥകളും പാട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. എനിക്ക് പണ്ട് പറഞ്ഞു തന്നതുപോലെ എനിക്ക് അത്യാവശ്യമായിട്ട് പള്ളി വരെ പോകണേ, അടുത്ത കരോൾ പ്രാക്ടീസ് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ഇവരെ എടുത്തോണ്ട് പോയിക്കോളാം. ഓക്കെ, ബൈ. മക്കളെ, ജീസസിന്റെ ബർത്തും അത് ഒരു സ്റ്റോറിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് കേട്ടോ. അത് നമ്മുടെ ജീവിക്കുന്ന വചനമാണ്. നമ്മുടെ ഹോളി ബൈബിളില് അതിനെപ്പറ്റി വളരെയേറെ പരാമർശിച്ചിട്ടുണ്ട്. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 2 അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സെന്റ് ലൂക്ക് ചാപ്റ്റർ 2 വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ എന്തിനാ ക്രിസ്മസിന് സ്റ്റാർ ഇടുന്നേ? കുഞ്ഞുങ്ങളെ, ക്രിസ്മസിന് നമ്മൾ സ്റ്റാർ ഇടുന്നത് അത് ബേത്ലഹേമിലേക്കുള്ള വഴി, റോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാർ ഇടുന്നത്. കൂടാതെ നമ്മുടെ 3 കിങ്സ് ഇല്ലേ, അവർക്ക് ഒരു വേ കാട്ടിക്കൊടുത്തില്ലേ? ജീസസിന്റെ ബർത്തില് ഒരു സ്റ്റാർ അല്ലായിരുന്നു വന്നത്. അപ്പൊ ആ ഒരു സ്റ്റാറിനെ നമ്മളത് ബേത്ലഹേമിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് കാണിക്കുന്നത്. അതാണ് ക്രിസ്മസിൽ നമ്മളെല്ലാവരും സ്റ്റാർ ഹാങ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്രിസ്മസ് മക്കളെ, നിങ്ങൾക്കറിയാമോ സാന്താക്ലോസും ബൈബിളും ക്രിസ്ത്യാനിറ്റിയുമായി യാതൊരു റിലേഷനുമില്ല. പക്ഷേ എന്നാൽ ഇതെല്ലാം ലിങ്കാണ്. ഞാൻ പറയട്ടെ ഇതിന്റെ റിലേഷൻ എന്താണെന്ന്. AD 4-ാം നൂറ്റാണ്ടില് നിക്കോളാസ് എന്ന് പറഞ്ഞ ഒരു സാധു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം നല്ല തണുപ്പുള്ള ക്രിസ്മസ് ടൈമിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ലോട്ട്സ് ഓഫ് ഗിഫ്റ്റ്സുകൾ കൊണ്ട് തരുമായിരുന്നു. മനസ്സിലായോ? അത് പിന്നീട് ക്രിസ്മസ് ടൈമും സാന്താക്ലോസിനെ എല്ലാം ലിങ്ക് ചെയ്ത് നമ്മൾ ആചരിച്ചു. ക്രിസ്മസ് ടൈമിൽ സാന്താക്ലോസിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ബൈബിളില് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. Can we see the Santa and the Holy Family here? തീർച്ചയായും മക്കളെ, ഇന്ന് ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, DMA. അതില് ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. അതില് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ സാന്താക്ലോസ് അപ്പൂപ്പനുണ്ട്, പിന്നെ ഹോളി ഫാമിലി ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഡോർസെറ്റില് വെരി ഫേമസ് ഒരു കരോൾ സിംഗിങ് ട്രൂപ്പുണ്ട്, ടീം എഫ്രൈം. അവരിന്ന് കരോൾ ഗാനമുണ്ട്, അവരുടെ ഉണ്ട്. നിങ്ങൾ അതും പോയി കാണണം. മനസ്സിലായോ? കൊല്ലത്തെ DMA കരോളിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചവരാണ് അവര്.
Sister, can we go together? അയ്യോ മക്കളെ, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നൊരു GP അപ്പോയിൻമെന്റ് ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് കരോടിന് പോകാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ആ പോസ്റ്റ് കോഡ് തരാം. ആ പോസ്റ്റ് കോഡ് കൊണ്ട് ഡാഡിയിൽ കൊടുക്കണം. ഓക്കെ, ഡാഡിയിൽ ടേക്ക് യു ഗൈസ്. എന്നിട്ട് അപ്പച്ചനോട് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു കരോള്, ക്രിസ്മസ് ഈവ് എല്ലാം അപ്പച്ചനോട് വന്ന് പറയണം കേട്ടോ. ഓക്കെ. അങ്ങനെ ഫിലിപ്പപ്പച്ചൻ പറഞ്ഞതുപോലെ ഖനാനും അനോനയും DMAയുടെ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി കാണാൻ പോയി. ജനസംഖ്യ കണക്കെടുപ്പിനായി ജോസഫും മേരിയും നസ്രത്തിൽ നിന്ന് ബെത്ലഹീമിലേക്ക് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നത് കൊണ്ട് പശുക്കൾക്കായി ഉണ്ടാക്കിയ ഒരു തൊഴുത്താണ് അവർക്ക് അഭയമായത്. യേശുക്രിസ്തു അവിടെ ജനിക്കുകയും ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുകയും ചെയ്തു. ദൂതന്മാർ യേശുവിനെ എല്ലാ മനുഷ്യർക്കും ലോകരക്ഷകനായി പ്രഖ്യാപിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി ജനിച്ച യേശുവിന് സമ്മാനങ്ങൾ നൽകാൻ 3 രാജാക്കന്മാർ ഒരു നക്ഷത്രത്തെ പിന്തുടർന്നെത്തുകയും മൂരും പൊന്നും കുന്തിരിക്കവും കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ജനനത്തിന്റെ സന്തോഷവും ഭക്തിയും വിസ്മയിപ്പിക്കുന്ന ക്രിസ്മസ് ദിനം സ്നേഹത്തിന്റെയും ദയയുടെയും ദാനത്തിന്റെയും പ്രതീകമാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ കഥ പറയുന്നതിനൊപ്പം ജനനത്തിന് ചുറ്റും എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനുള്ള ഒരു മാർഗമായതിനാലാണ് ക്രിസ്മസ് കരോളുകൾ പാടുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്നു. അങ്ങനെയുള്ള ഒരു കരോൾ ഗാനം കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? ടീം എഫ്രൈം അവതരിപ്പിക്കുന്നു.
ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. അപ്പൊക്കെ പറഞ്ഞതുപോലെ അവിടെ ഒക്കെ പോയി കണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാ വിശേഷങ്ങളെന്ന്. Only now have we realized the right meaning of Christmas. Thank you for your time. We wish you a Merry Christmas and a